ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡിൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് നോക്കാനാണ്. അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം അവരുടെ കറണ്ട് എനർജി നോക്കാം, അതിനുശേഷം മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് എനർജി നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് വെരി സൂൺ എന്നാണ്. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജോ കോളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വെരി സൂൺ എത്താൻ പോകുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്രയും ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി, അതായത് 2-3 ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെ ഹെവി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എനർജിയിൽ സ്വിച്ച് സംഭവിച്ചിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഹൃദയം കൊണ്ട് ഓർമ്മിക്കുകയാണ്. അതായത് ഹൃദയം കൊണ്ട് നിങ്ങളുടെ ആ ഒരു മുഖം ഓർമ്മിക്കുകയാണ്, നിങ്ങളെ മിസ് ചെയ്യുകയാണ്. ഇവർ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളെ കാണണം എന്നൊക്കെയാണ്. എത്രയും പെട്ടെന്ന് മെസ്സേജ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യണമെന്നും ഇവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നുമുണ്ട്, അതായത് എനിക്ക് ഇനി പറ്റത്തില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ പേഴ്സൻ്റെ അടുത്ത് എത്തിയേ പറ്റത്തുള്ളൂ എന്ന് നിങ്ങളുടെ പേഴ്സണ് തോന്നുകയാണ്. ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത്, ഞാൻ കുറേ കാത്തിരിപ്പിച്ചു എൻ്റെ പേഴ്സണെ, ഇനി കൂടുതൽ കാത്തിരിപ്പിക്കേണ്ട, എത്രയും പെട്ടെന്ന് എൻ്റെ പേഴ്സന് കോളോ മെസ്സേജോ ചെയ്യണം, ഇല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് പോകണം എന്നാണ് ഇവർക്ക് ഇപ്പോൾ തോന്നുന്നത്. ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും സെപ്പറേഷനിലാണെങ്കിലും നിങ്ങൾ ഇത്രത്തോളം വെയിറ്റ് ചെയ്തു നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി ഹോപ്പ്ഫുള്ളായിട്ട് പേഷ്യൻസോടെ, അതിൻ്റെ ആ ഒരു ബലം നിങ്ങൾക്കിപ്പോൾ ലഭിക്കാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ട്രൂ ലവിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണും നിങ്ങളോട് ഈ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവർ സത്യത്തിൽ നിങ്ങളോട് ഒത്തിരി സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ട്രൂ ലവ് ചെയ്യുന്നു നിങ്ങളെ. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സത്യസന്ധമായിട്ടാണ് സ്നേഹിക്കുന്നത്. ഇത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു എനർജി അല്ല, ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ വേണം ഇവർ എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇതുകൂടാതെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈം പീരീഡിൽ ഭയങ്കരമായിട്ട് അട്രാക്ഷനിലാണ് ഉള്ളത് നിങ്ങളോട്. അതായത് നിങ്ങളുടെ സ്റ്റോറി, നിങ്ങളുടെ ഫോട്ടോ, അതെല്ലാം ഭയങ്കരമായിട്ട് നോക്കുക, മിസ് ചെയ്യുക നിങ്ങളെ. ഇവിടെ നിങ്ങൾ ഇവരിൽ നിന്ന് ദൂരെയാണ് എങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഇവർക്ക് ഒട്ടും തന്നെ സഹിക്കാൻ സാധിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ഈ ഒരു ഡിസ്റ്റൻസ് എന്താക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ആരെങ്കിലും ഇവരോട് ഇങ്ങനെ പറഞ്ഞു കാണും, അതായത് ഇന്നത്തെ കാലത്ത് ആരാണ് ഇത്രത്തോളം ഡിസ്റ്റൻസിൽ ഇത്ര കാലം വെയിറ്റ് ചെയ്യുന്നത് ഒരാൾക്ക് വേണ്ടി? അങ്ങനെ ഒരു വ്യക്തിയും ഉണ്ടാവത്തില്ല. ചിലപ്പോൾ ഇനി അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടാകും എന്നൊക്കെ ചിലപ്പോൾ ഇവരോട് വേറൊരു വ്യക്തി പറഞ്ഞു കാണും. അത് കേട്ടതിന് ശേഷമാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജിയിൽ ഒരു മാറ്റം വന്നു. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വേറെ ആരെങ്കിലും വന്നോ എന്നൊക്കെ അറിയണം. അതിനു വേണ്ടിയാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരണമെന്ന് തോന്നുന്നത്. അതായത് നിങ്ങൾക്കും ചിലപ്പോൾ തോന്നത്തില്ലേ, ഞാൻ എത്ര കാലം ഇവർക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നു, എനിക്ക് വേണ്ടി ഒരു സമയവും തരുന്നില്ല, എന്നെ കോളോ മെസ്സേജോ ഒന്നും തന്നെ ചെയ്യുന്നില്ല, എന്തായി അവരുടെ അവസ്ഥ ഒന്നും തന്നെ അറിയാൻ പറ്റുന്നില്ല, ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നി. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണെ കാട്ടി കെയറും സ്നേഹവും എല്ലാം തരുന്ന വേറൊരു വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വന്നു കാണും. എന്നിട്ട് പോലും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് തന്നെ തോന്നുകയാണ്, എൻ്റെ ലവ് ലൈഫിൽ ഞാൻ കുറച്ചും കൂടെ അറ്റൻഷൻ കൊടുക്കണം, ഇങ്ങനെ കെയർലെസ് ആയിട്ടിരുന്നാൽ എൻ്റെ പാർട്ട്ണർ എന്നെ വിട്ടു പോകും എന്നുള്ള തോന്നൽ ഇവരുടെ ഉള്ളിൽ വന്നു. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് വരണം, നിങ്ങളുടെ അവസ്ഥ എന്താണ്, നിങ്ങൾക്ക് കൂടുതൽ സ്നേഹവും കെയറും എല്ലാം തരണം, നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം എന്നൊക്കെ തോന്നുന്നത് ഇവർക്ക്. ഇപ്പോൾ ഇവർ നിങ്ങളുടെ ജീവിതത്തിൽ വന്നില്ല എങ്കിൽ പിന്നെ ഇവർക്ക് പശ്ചാത്തപിക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നത്. കാരണം ഇനി നിങ്ങൾ വേറൊരാളുടേതാകുമോ, നിങ്ങൾ മാരേജ് ആയി പോകുമോ, ഇല്ല എങ്കിൽ എപ്പോഴെങ്കിലും വേറെ എന്തെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളും വേറൊരു വ്യക്തിയുമായിട്ട് ഇവർക്ക് കാണേണ്ട അവസ്ഥ വരുമോ, അത് ഇവർക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ ആലോചിച്ചാണ് ഇവർ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു ബന്ധനത്തിൽ നിന്ന് മുക്തരാവണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ബന്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇവരുടെ ഉള്ളിൽ നിന്ന് ഇവരുടെ സോള് തന്നെ ഇവരോട് പറയുകയാണ്. ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ ഇമോഷണലായിട്ടാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ ഫാമിലിയുമായിട്ടും ഭയങ്കരമായിട്ട് അട്രാക്ഷൻ വയ്ക്കുന്നു, നിങ്ങളുമായിട്ടും ഭയങ്കരമായിട്ട് അട്രാക്ഷനും അറ്റാച്ച്മെൻറ്റും വയ്ക്കുന്നു.
ഫാമിലിയോടും നിങ്ങളോടും ഈ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർ എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് ലോജിക്കായിട്ട് എല്ലാം പ്ലാൻ ചെയ്തൊരു തീരുമാനം എടുക്കും. പക്ഷേ ആ ഒരു തീരുമാനം ഇവർ സീക്രട്ടായിട്ടായിരിക്കും വയ്ക്കുന്നത്. ഇവിടെ നിങ്ങളോട് ഇവർ പറയുന്നത് ശരിയായ ഒരു സമയത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതാണ് പേഷ്യൻസ് ആയിട്ട് എന്ന് നിങ്ങളോട് ഇവർ പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഇവരുടെ ഫീലിങ്സ് എന്താണോ അത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ആക്ഷൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാരുടെ പേഴ്സൺ നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്ത് ഈ ഒരു രീതിയിലുള്ള സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളോട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം അടുത്ത കുറച്ച് മണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ വരുവാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇവർ ഇമ്മെച്യൂറായിട്ട് ആയിരിക്കും നിങ്ങളോട് സംസാരിക്കുക. ഇതുകൂടാതെ നിങ്ങളെ സ്പൈ ചെയ്യുക, എവിടുന്നെങ്കിലും നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ത്രൂ, നിങ്ങളുടെ കൊളീഗ്സ് ത്രൂ നിങ്ങളെക്കുറിച്ച് അറിയുവാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ. ഇനി നിങ്ങൾ മുന്നേ സംസാരിച്ച് വഴക്കായപ്പോൾ ഇവരാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്തത് എങ്കിൽ ഇവർ അൺബ്ലോക്ക് ആക്കിയിട്ട് വെയിറ്റ് ചെയ്യും, നിങ്ങളുടെ ഭാഗത്തുനിന്ന് കോളോ മെസ്സേജോ വന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ള രീതിയിൽ. അങ്ങനെ ചില ആൾക്കാരുടെ പേഴ്സൺ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾക്ക് ഇവരുടെ DP കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇവർ അൺബ്ലോക്ക് ആക്കിയെന്ന്. അപ്പോൾ നിങ്ങളും അൺബ്ലോക്ക് ആക്കും എന്ന് വിചാരിച്ച് ഇവർ ഇരിക്കുന്നുണ്ടാകാം. ഇല്ല എങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് ത്രൂ, അല്ല എങ്കിൽ ഏതെങ്കിലും കുട്ടികൾ ത്രൂ നിങ്ങളോട് ഇവരുടെ മനസ്സിലുള്ള ആഗ്രഹം പറയുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഈ ഒരു എനർജി മാക്സിമം 40 hours റെസൊണേറ്റ് ആകും നിങ്ങൾക്ക് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറേ ആൾക്കാർക്ക് ഈ 14 hours കോളോ മെസ്സേജോ റിസീവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.